വഴിയിൽ കാടിൻ്റെ നടുവിൽ ഒരു പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നുണ്ടോ? മുകളിൽ ഡാർക്ക് ഫോറസ്റ്റ്, താഴെ ലൈറ്റ് പാടി ഫീൽഡ്. എന്താ അല്ലേ രസം! എന്നാ രസമാണ് നോക്കി കാണാൻ. ഫുള്ള് ഡാർക്കായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഒരു ലൈറ്റ് ഗ്രീൻ കിടക്കുന്ന കാണുമ്പോഴത്തേനുള്ള ഒരു സുഖമുണ്ടല്ലോ. ശോ, നെല്ലൊക്കെ പാകമായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുവിലൂടെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. ഇതൊരു കപ്പിലുമാവാണ്. ഗോവയിൽ ഏറ്റവും കൂടുതലുള്ള കപ്പിലുമാവും തോട്ടങ്ങളാണ്. അപ്പോൾ മനോഹരമായി നെൽപ്പാടം കണ്ടപ്പോഴത്തേനും മനസ്സിന് ഭയങ്കര സന്തോഷമായി. അതും ഇതാണ് കേട്ടോ, പാടമല്ല, പറമ്പിനെ താത്തി കിടക്കുന്ന പറമ്പെല്ലാം പാടമാക്കിയിരിക്കുന്നതാണ്. അല്ല നമ്മുടെ ഇവിടുത്തെ പോലെ പാടം എന്ന് തന്നെ പറഞ്ഞുള്ളൊരു സ്ഥലമല്ല. വളരെ മനോഹരമായ ഒരു രീതിയിൽ കിടക്കുന്നൊരു പാടം, പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നു. വഴിയിൽ കാടിൻ്റെ നടുവിൽ ഒരു പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നുണ്ടോ? മുകളിൽ ഡാർക്ക് ഫോറസ്റ്റ്, താഴെ ലൈറ്റ് പാടി ഫീൽഡ്. എന്താ അല്ലേ രസം! എന്നാ രസമാണ് നോക്കി കാണാൻ. ഫുള്ള് ഡാർക്കായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഒരു ലൈറ്റ് ഗ്രീൻ കിടക്കുന്ന കാണുമ്പോഴത്തേനുള്ള ഒരു സുഖമുണ്ടല്ലോ. ശോ, നെല്ലൊക്കെ പാകമായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുവിലൂടെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. ഇതൊരു കപ്പിലുമാവാണ്. ഗോവയിൽ ഏറ്റവും കൂടുതലുള്ള കപ്പിലുമാവും തോട്ടങ്ങളാണ്. അപ്പോൾ മനോഹരമായി നെൽപ്പാടം കണ്ടപ്പോഴത്തേനും മനസ്സിന് ഭയങ്കര സന്തോഷമായി. അതും ഇതാണ് കേട്ടോ, പാടമല്ല, പറമ്പിനെ താത്തി കിടക്കുന്ന പറമ്പെല്ലാം പാടമാക്കിയിരിക്കുന്നതാണ്. അല്ല നമ്മുടെ ഇവിടുത്തെ പോലെ പാടം എന്ന് തന്നെ പറഞ്ഞുള്ളൊരു സ്ഥലമല്ല. വളരെ മനോഹരമായ ഒരു രീതിയിൽ കിടക്കുന്നൊരു പാടം, പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നു.